പുറത്തു കൊണ്ടുവരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനെതിരെ ഐഷ തിരോധാന കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. കാണാതായ ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായി സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായിരുന്ന ചേർത്തല വാരനാട് സ്വദേശി റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വസ്തുവിന്റെ ആധാരം രജിസ്റ്റർ ചെയ്യാനിരുന്നതിന്റെ തലേ ദിവസം ഐഷയെ കാണാതാകുമ്പോൾ സ്ഥലം വാങ്ങാൻ വായ്പയെടുത്ത പണം ഉൾപ്പെടെ സെബാസ്റ്റ്യന്റെ കൈവശമുണ്ടായിരുന്നു. കാണാതായ ദിവസവും പിന്നീടും ഐഷയുടെ ഫോണിൽ നിന്നും തനിക്ക് കോൾ വന്നിരുന്നുവെന്നും എന്നാൽ ഫോൺ എടുക്കുമ്പോൾ മിണ്ടാറില്ലെന്നും റോസമ്മ പറഞ്ഞു. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ തിരോധാന കേസുകളിൽ സമാനമായ കോളുകൾ ബന്ധുക്കൾക്ക് ലഭിച്ചതിനാൽ ഐഷയെ സെബാസ്റ്റ്യൻ വകവരുത്തിയതാകാമെന്ന് റോസമ്മ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കേസിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായതായും റോസമ്മ ആരോപിച്ചു. പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഇവിടെ നിന്ന് കാണാതായ ഐഷ എന്ന സ്ത്രീയെ സംബന്ധിച്ച ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭ്യമായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ശാസ്താംകവലയിലാണ്. അവിടെയുള്ള റോസമ്മ എന്ന വ്യക്തിയാണ് നമ്മളോട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഐഷയെ അറിയുമായിരുന്നു? അറിയാം. സെബാസ്റ്റ്യനെയും അറിയാം. എങ്ങനെയായിരുന്നു നിങ്ങൾ എല്ലാവരും തമ്മിലൊരു പരിചയം? എല്ലാവരെയും കാണുന്നോ മിണ്ടൊന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അവരുമായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഐഷ എന്നെ പോലെ തന്നെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു. എനിക്കും ഒരു സഹായിയായിരുന്നു. ഐഷയ്ക്ക് ഞാനും ഒരു സഹായിയായിട്ട് ഞങ്ങൾ പരസ്പര സഹായത്തിൽ അയൽവക്കംകാരായതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോയി എന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായ അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയുണ്ടായിരുന്നുള്ളൂ അല്ലേ? കാണാതാകുന്നതിന് ഏകദേശം എത്ര നാൾ മുമ്പ് ഇവിടെ താമസിച്ചു? എത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു? കൂടിയാലൊരു 3 മാസത്തിൽ കൂടുതലൊന്നും ഇല്ല. ഇവിടെ ഐഷ ഇവിടേക്ക് വരുമ്പോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 മാസത്തിൽ കൂടുതലില്ല. പിന്നെ അവരിവിടെ ജനിച്ചു വളർന്നവരായിരുന്നു. അവരുടെ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞങ്ങൾ നിങ്ങളെ കൂടിയാൽ ഒരു 3 മാസത്തെ പരിചയമേ ഉള്ളൂ. എങ്ങനെയാണ് സെബാസ്റ്റ്യനുള്ള പരിചയം? എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നു. റിയൽ എസ്റ്റേറ്റായിട്ട് സ്ഥലം നോക്കാൻ വന്നു. അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറമ്പ് തെളിച്ചു. പക്ഷെ ആരും വന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് കല്യാണാലോചനയും കൊണ്ട് വന്നത്. ചേച്ചിയെ കല്യാണം ആലോചിക്കാനായി എത്തി. അത് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ ഈയുടെ പറച്ചിൽ നിന്നൊക്കെ പരസ്പരം വിരുദ്ധം കണ്ടു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മപരം അറിയാൻ തിരുനെല്ലപ്പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണാലോചനയും കൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലറിയിക്കാം, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ അവരെ വരുത്താം, വന്നിട്ട് അവരാലോചിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ പുള്ളി പോയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളങ്ങനെ ബന്ധവുമില്ല. അതായത് സഹോദരങ്ങളെ ബന്ധം അറിയിക്കും, 7 ആങ്ങളമാരെ ബന്ധം അറിയിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അവരെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ സെബാസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രയും ആൾക്കാരുണ്ട്, വരും, വന്നാൽ ഈയുടെ വെളച്ചിലൊന്നും നടക്കുകയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വന്നിട്ടില്ല. ഈ ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചല്ലേ ആ സ്ഥലം വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നത്? അതെ, അത് ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോഴാണ്. എന്തായിരുന്നു അന്നുണ്ടായത്? അല്ല, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ അവർ JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു. മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയി. ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഒന്നുണ്ടായിരുന്നേ ഉള്ളൂ. അന്ന് ഈ റോസ്മി ചേച്ചിയുടെ സ്ഥലം തന്നെയായിരുന്നു അല്ലേ വൃത്തിയാക്കിച്ചത്? അതെ, എൻ്റെ പറമ്പായിരുന്നു. അതാ വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇവിടെ വന്നത്. റിയൽ എസ്റ്റേറ്റാന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ അത് വൃത്തിയാക്കിയതും മാങ്ങ പറിച്ചുകൊണ്ട് പോയതൊക്കെ അന്ന് 2 പേരും ഇവിടെ വയ്യോളം ഉണ്ടായിരുന്നെന്നാണ് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ്. ഐഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ മാങ്ങ പറിച്ച കാര്യമൊക്കെ. ഐഷ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പറഞ്ഞു. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദം ഉണ്ട്. ഉള്ളതുകൊണ്ടല്ലേ അത്രയും തൻ്റെ അടുത്തല്ലേ ചെയ്തേ. അവർ തങ്ങളിലുള്ള ലോഹ്യത്തിൻ്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് കയറി തെളിച്ചു, മാങ്ങായും പറിച്ചു, അവരുടെ സ്വന്തം പോലെ കൈകാര്യം ചെയ്തു പോയി. അപ്പം അവർ തങ്ങളിൽ അത്ര ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടല്ലേ ചെയ്തേ. ഈ പണമിടപാടും ഐഷ കാണാതാകുന്നത് ഞായറാഴ്ചയാണ് അല്ലേ? അപ്പോൾ ആ ദിവസം വിളിച്ചിട്ടുള്ള ഒരാള് റോസ്മി ചേച്ചിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. കോള് വന്നതേ ഉള്ളൂ, ഞങ്ങൾ മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റാതിരുന്നത്? ഐഷ എല്ലാവർക്കും വേകാരയിലും ആയിരിക്കും വിളിച്ചത്. ഐഷയുടെ ഫോണിൽ നിന്ന് വേകാരയിലും ആയിരിക്കും വിളിച്ചത്. ഐഷ ആയിരുന്നെ പറഞ്ഞേനെമായിരുന്നു. അല്ലെങ്കിൽ ഐഷയ്ക്ക് എന്നേലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചത്. എത്ര മിസ് കോൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വരുമ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ 3 കോളുണ്ട്. തിരിച്ചു വിളിച്ചു ഐഷനെ? ഞാൻ തിരിച്ചു വിളിച്ചു. അന്നേരം തൊട്ടേക്ക് പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. പിറ്റേ ദിവസവും വിളിച്ചു, അതിൻ്റെ പിറ്റേ ദിവസവും വിളിച്ചു. അങ്ങോട്ട് കോള് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലായിരുന്നു. അതിനുശേഷം പിന്നീട് ഐഷയുടെ ഫോണിൽ നിന്ന് ഈ ഐഷയുടെ മിസ്സിംഗ് ആണെന്നുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷവും ഐഷയുടെ ഫോണിൽ നിന്ന് കോള് വന്നിരുന്നുണ്ടല്ലേ? വല്ലപ്പോഴും ഒക്കെ വരുമായിരുന്നു. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുമുണ്ട്.
അപ്പൊ ഈ കോള് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് എങ്ങനെ മിസ് കോൾ ആയിട്ടാണോ അത് വരുന്നത്? ആയിഷയുടെ ഫോണിൽ നിന്ന് കോള് വരും, ഞാൻ തിരിച്ചത് എടുത്തേച്ച് കല്ല് കല വെച്ചാൽ പിന്നെ മിണ്ടുകല. അപ്പം ഫോൺ അവരുടെ കോൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആയിഷ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്തിക്കാൻ വേണ്ടിയാണോ വിളിച്ചതെന്ന് സംശയിക്കുന്നുണ്ടോ? അതെ അതെ, അവർ കൊണ്ടുപോയി ആയിഷ എവിടെയാണോ അവരുടെ കസ്റ്റഡി ഫോണുണ്ട്, അവരുണ്ടെന്ന് അറിയിക്കാൻ എനിക്ക് കോള് വന്നുകൊണ്ടായിരുന്നേ. പക്ഷേ അങ്ങോട്ട് വിളിച്ചാലും എടുക്കത്തില്ല. ഈ സെബാസ്റ്റ്യനോട് വിവാഹാലോചന നടത്തി റോസ്മി ചേച്ചി കബളിപ്പിക്കാൻ ശ്രമിക്കുവാണെന്ന് റോസ്മി ചേച്ചിക്ക് മനസ്സിലായിരുന്നു അല്ലേ? മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനത് അറിയിക്കാതെ വിവരം അറിയാൻ അച്ഛൻ്റെ അടുത്ത് പോയത്. പള്ളിയിലെ അച്ഛനോട് എന്ന് ചോദിച്ചാൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് എന്ത് മറുപടിയാ പറഞ്ഞത്? അതാ അച്ഛൻ അന്നേരം ഇത് കേട്ടപ്പോഴേ തലയ്ക്ക് കൈ വെച്ചു. എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് രണ്ട് കൈയും തലയ്ക്ക് കൊടുത്തോണ്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക ചെയ്തത്. സെബാസ്റ്റ്യനെ വിവാഹം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോഴേ ഈ ലോകത്തിലുള്ള ഏറ്റവും ഫ്രോഡ് മനുഷ്യൻ ഇതിലും മെച്ചമായിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അതിൽ കൂടുതലൊരു വാദം വേണ്ട. മനസ്സിലായി. അത് ആദ്യം വരുന്നത് സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ റിയൽ എസ്റ്റേറ്റ് സ്ഥലം നോക്കാനായിട്ടാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് സ്ഥലം പുള്ളിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴാണ് കല്യാണാലോചന ഇവിടെ ഒറ്റയ്ക്കുള്ളതെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ കല്യാണാലോചനയായിട്ട് പിന്നെ വരുന്നത്. അങ്ങനെ അതേപ്പറ്റി ചോദിച്ചപ്പോഴാണ് പുള്ളിക്ക് മരവന മുഖാന്തരം എല്ലാ തരത്തിലും വിവാഹ മോചനം കിട്ടിയതാണ്. അതുകൊണ്ട് കല്യാണം നടത്തുന്നതിന് എതിരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പള്ളി വെച്ച് കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഫ്രോഡാന്ന് മനസ്സിലായി. ഓരോന്നൊക്കെ പറയുന്നതിന് അന്നേരം തന്നെ പിന്നെ എത്ര നാളുണ്ടായിരുന്നു ഈ സൗഹൃദം? കൂടിയാലൊരു 3 മാസമെങ്കിലും കാണും, അതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം പറഞ്ഞത്. അതായത് ഞാൻ കല്യാണം നടത്താൻ തയ്യാറാണ്, ഞാൻ വീട്ടിലറിയിക്കാം, എനിക്ക് ഇത്രയും ആങ്ങളമാരുണ്ട്, അവർ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അതോടെ ആയിഷയെ കാണാത്തതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ടില്ല? ഇല്ല ഇല്ല. സെബാസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടോ? കാരണം ആയിഷ കാണാതാകുന്നതിന്റെ പിറ്റേ ദിവസം ആയിഷയുടെ പേരിൽ ആ സ്ഥലം എഴുതിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അല്ലേ ആയിഷ? അതെ അതെ, ആയിഷയുടെ പേരിൽ അവരുടെ നിന്ന്, അതായത് അവരുടെ ചേടത്തിയുടെ മറ്റായിരുന്നു, ചേച്ചിയുടെ മറ്റായിരുന്നു, അവരുടെ സ്ഥലം ഇവരുടെ പേരിൽ എഴുതി മേടിക്കാനായിരുന്നു ഇവർ ഈ പൈസയൊക്കെ കളക്ട് ചെയ്തത്. ഏതായാലും പിറ്റേ ദിവസം ആധാരവും നടന്നില്ല, ആളിനെ തലേദിവസം ഇല്ലാതെ ആയില്ലേ. ആയിഷയുടെ പൈസ സെബാസ്റ്റിന്റെ കയ്യിൽ ഉണ്ടെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. എങ്കിലും കാണും. അവർ അവിടെ കളക്ട് ചെയ്ത് അത്രയും പൈസയൊന്നും അന്ന് ആ വീട്ടിലില്ലായിരുന്നു. പോലീസ് പരിശോധിച്ചപ്പോഴും അല്ലെ ആങ്ങളമാരും ഒക്കെ കൂടി മക്കളും കൂടെ കൂടി അത് പരിശോധിച്ചേ. അന്നേരം ഈ സമ്പാദിച്ച അത്രയും പൈസയൊന്നും ആ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ കുറച്ചെങ്കിലും പൈസ നഷ്ടപ്പെട്ട് കാണുമായിരിക്കും. അത് അന്വേഷിക്കാൻ പോയതായിരിക്കും അവര്. സെബാസ്റ്റ്യൻ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആയിഷനെ? അപ്പോൾ അത് കൊണ്ടായിരിക്കും പോയത്. പൈസ പോരാത്ത തികയാതെ വന്നത് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് വല്ലതും ആയിരിക്കും പോയത്. ഒരു ദിവസം മുഴുവൻ അവർ ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ വന്നപ്പം തന്നെ രാത്രിയായി, നല്ല മഴയുമായിരുന്നു. അന്നേരം പിന്നെ അന്ന് ബന്ധപ്പെട്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഷൈഡി വെച്ചപ്പം പുള്ളി സ്ഥലത്തിന് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തെളിച്ചാന്ന് പറഞ്ഞു. പിന്നീട് ആയിഷയുടെ മകൻ ആ സ്ഥലം പിന്നെ റോസ്മി ചേച്ചിയുടെ പേരിലേക്ക് ഇടനില നിന്നാണ് പിന്നീട് അത് വിൽക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞു. അതെ, എന്തായിരുന്നു ഉണ്ടായത്? അതായത് ഞാൻ ഈ അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ചിട്ടിയുടെ പൈസയുണ്ട്, പിന്നെ വേറെ എനിക്കും തരാനുണ്ട്. അങ്ങനെ കുറേ പൈസകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പൈസ എല്ലാം കൂടെ ചേർത്തിട്ടാണ് എഗ്രിമെൻ്റ് നടത്തിയത്. അവരുടെ മേടിക്കാൻ ഇരുന്ന ആ സ്ഥലത്തിന് പോലീസും കൂടെ ഇടപെട്ടിട്ട് രണ്ടാമത് ഒരു എഗ്രിമെൻ്റ് കൂടെ നടത്തി. അത് സേവിയർ എന്ന് പറയുന്ന പുള്ളിയുടെ പേരിൽ എഗ്രിമെൻ്റ് നടത്തിക്കൊണ്ട് ആ പുള്ളിയുടെ പേരിൽ ആധാരം നടത്തി. ആയിഷ എന്തായാലും ഈ സ്ഥലം എഴുതുന്നതിന്റെ തലേ ദിവസമാണ് ആയിഷ കാണാതാകുന്നത്. അതായത് പിറ്റേ ദിവസം സ്ഥലം എഴുതുന്നതിന് വേണ്ടി ആയിഷയ്ക്ക് പണം വേണമായിരുന്നു. അതിന് പോകാം, പിന്നെ കണ്ടിട്ടില്ല. വന്ന് തന്നെ 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ഞാനൊരു വന്നപ്പോൾ തൊട്ടൊരു 5-8 പ്രാവശ്യം എല്ലാം തിരിച്ചു വിളിച്ചു, എടുത്തില്ല. പിറ്റേ ദിവസവും ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നു, ഫോൺ എടുത്തില്ല. 2-3 ദിവസം വിളിച്ചിട്ടും കാണാതെയും കിട്ടാതെയും വന്നപ്പോഴാണ് അവരുടെ വീട്ടിൽ ചെന്ന് ആങ്ങളയോട് പറഞ്ഞു, ആയിഷയെ 2-3 ദിവസമായിട്ട് കാണുന്നില്ല, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞിട്ട് പിന്നെ അവർ മക്കളെ വരുത്തി അവർ പരാതി കൊടുത്തു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ റോസ്മി ചേച്ചി ഇരിക്കുന്ന സമയത്ത് ആയിഷയുടെ ഫോണിൽ നിന്ന് കോൾ വന്നില്ലേ? വന്നുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ അത് സംബന്ധിച്ച് പോലീസുകാരോട് സംസാരിച്ചില്ലേ? അന്നേരം പറഞ്ഞു, ഇതേ ആയിഷയുടെ കോളാന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു. അവർ നോക്കുകയും ചെയ്തു. അവരെന്നാ ചെയ്തു? ചേർത്തല പോലീസ് സ്റ്റേഷനായിരുന്നു. അതെ അതെ. അവരത് അന്വേഷിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടുകയല്ലോ. ആയിഷയ്ക്ക് എന്ത് സംഭവിച്ചതായിരിക്കും എന്നാണ് റോസ്മി ചേച്ചി കരുതുന്നത്? ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ?
ഉണ്ടായിരുന്നാലും എവിടെ ആയാലും വെച്ചെന്നെ വിളിച്ചെന്നെമായിരുന്നു. എങ്ങനെയായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടേനെ. അത് അന്നല്ല എന്നായാലും ഇപ്പോഴായാലും എവിടെയെങ്കിലും ജീവനുണ്ട് ഞാൻ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടേനെ. എന്ന് പറഞ്ഞാൽ അവരെ ഏത് തരത്തിലും സഹായിക്കുന്ന ഞാനെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്നെ വിളിച്ചെന്നെ. ശരി, ഊർജ്ജമുണ്ടായിരുന്നു അവർ തമ്മിൽ. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ പേരിലല്ലേ ഇവിടെ തെളിയിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ അത്ര തൻ്റെ ഇടത്തോടെ വരുമോ? ഇല്ലല്ലോ. അതുതന്നെയല്ല അത്ര അവകാശത്തോടെ മാവേന്ന് മാങ്ങ വേറെ ആരും പറിക്കാത്തടുത്ത് അവർ മാങ്ങ പറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രമേ സൗഹൃദം ഉണ്ടായിട്ടല്ലേ കൊടുത്തത്. സെബാസ്റ്റ്യനാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. അതെ, പുള്ളിയാണ് ഇതെല്ലാം തന്നെ ഇടംവഴി ചെയ്തത്. അപ്പം പുള്ളി എല്ലായിടത്തും ഇടിച്ച് കയറുന്നയാളാണ്. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്നയാളാണ്. ആ സ്നേഹമാണ് എന്നോടും പിടിച്ചു പറ്റാൻ വന്നത്. അത് തന്നെ ഐഷയോടും പ്രയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അതന്നെയല്ല, അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സഹായത്തിനും പുള്ളി തയ്യാറാവുക. ഞാൻ മേടിച്ചു കൊടുക്കണേലും എന്തിനും തയ്യാറാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ അവരൊക്കെ പാവങ്ങളായതുകൊണ്ട് വിട്ടുപോയി. ഞാനും പാവമല്ലെന്നല്ല പറയുന്നത്, പക്ഷേ ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. നേർവഴി കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അച്ഛനെ പോയി കണ്ടു. അതുകൊണ്ട് അതിന് പറഞ്ഞ് ഒഴിവാക്കാൻ എനിക്ക് സാധിച്ചത്രയേ ഉള്ളൂ. ആധാരം എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള പൈസ കളക്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിനിടയിലാണ് തലേ ദിവസം ഐഷ കാണാതാവുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അവരാരോടൊന്നും വിട്ടു പറയുകയില്ലായിരുന്നു. അതിപ്പം അങ്ങനെ ആയിരിക്കും അവർ തങ്ങളിലുള്ള ബന്ധം. അതുകൊണ്ട് പറ്റിപ്പോയതായിരിക്കും. അതായത് എന്നെപ്പോലുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളെ ഏത് തരത്തിലും നമ്പരിട്ട് വല വീശുക എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കുറേ നാൾ ജയിലിൽ കിടന്നേച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഏറ്റുമാനൂരിൽ അവരെ ഇല്ലാതാക്കിയത്. അപ്പം നേരത്തെ ഇതൊക്കെ കണക്ക് കൂട്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഈ നാമത്തിൽ എൻ്റെ അടുത്ത് വരുമെന്ന് ആൾക്കാർ. ഒരുപക്ഷെ റോസ്മി ചേച്ചിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് സ്വത്തുക്കൾ ലക്ഷ്യം വെച്ചായിരിക്കും. പിന്നെല്ലാം സംശയമില്ലാത്ത കാര്യമല്ലേ? സംശയമില്ലാത്ത കാര്യമാണ്. പെട്ടുപോയാൽ പോയിരുന്നു. അവരെയൊക്കെ പോലെ തന്നെ ഞാനും ഇല്ലാതായേനെ. വിവാഹം കഴിക്കുമെന്ന് ആർക്കറിയാം? ആ നാമത്തിൽ ഇവിടെ കയറുവാണോന്ന് ആർക്കറിയാം? ഏതായാലും അതിനൊന്നും ദൈവം അനുവദിച്ചില്ലത് പറഞ്ഞാൽ മതി. അതാണ് ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഐഷ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. കാണാതാകുന്നതിന് തൊട്ട് മുമ്പ് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഐഷ. ആ ഒരു പോക്കാണ് പിന്നീട് അവരുടെ തിരോധാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ അതിനകത്ത് കൃത്യമായി പങ്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർ ഓരോരുത്തരും സംശയിക്കുന്നത്. ചേർത്തല ശാസ്തൻ കവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഐഷ